ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. എൻ്റെ സ്വന്തം വീടിനടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണിത്. കോടോത്ത് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് നടത്താറുണ്ട്. ഇത് പോകുന്ന വഴിയുള്ള വേറൊരു അമ്പലമാണ് കേട്ടോ. പതിക്കാലിനാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ കളിയാട്ടം നടക്കാറുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ആയതുകൊണ്ട് കണ്ടത്തിൽ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഈ കാഴ്ചകൾ എന്ത് രസമാണല്ലേ. ഈ കാഴ്ചകൾ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് പോകുന്നുള്ള വഴിയാണ്. ഈ ഗ്രാമപ്രദേശമാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. അമ്പലത്തിലേക്ക് ഞാനും കമ്മണിയും അമ്മയും മൂത്തമ്മയും കൂടിയിട്ടാണ് പോകുന്നുള്ളത്. നമ്മൾ വൈകുന്നേരമാണ് പോയത്, കാരണം ദീപാരാധന തൊഴാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. കോടോത്ത് ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. വളരെ പഴക്കമുള്ളതും പ്രസിദ്ധമായ അമ്പലമാണ്. ഇത് അമ്പലത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഇതിൽ പുരാണ കഥാസന്ദർഭങ്ങളെല്ലാം കുത്തിവെച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതാണ് കോടോത്ത് സ്കൂള്. ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ 1ാം ക്ലാസ് തൊട്ട് +2 വരെ അവിടെയാണ് പഠിച്ചത്. അപ്പോഴേക്കും നട തുറന്നു. നമ്മൾ നേരത്തെ എത്തിയിരുന്നു, അതുകൊണ്ട് നമ്മൾ പുറത്താണ് ഉണ്ടായിരുന്നത്.
അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോവാണ്. ഇത് വളരെ പഴക്കമുള്ളൊരു 4 കെട്ട് വീടാണ്. ഇവിടെ ഒരുപാട് 4 കെട്ട് വീടുകളുണ്ട്. പടിഞ്ഞാറ് വീട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട്.